ഒരു പൗരൻ പ്രതികരിക്കേണ്ട സമയം എപ്പോഴാണെന്നറിയാമോ? അവൻ്റെ അവകാശങ്ങളും അല്ലെങ്കിൽ അവൻ്റെ ആവശ്യങ്ങളും നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ്. ഞാൻ ഇന്ന് വരെ എൻ്റെ വീഡിയോ കാണുന്ന ആരോടും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ എല്ലാവരോടും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക. ഒന്ന് മാക്സിമം ഇത് ഷെയർ ചെയ്യുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും പറയുന്നില്ല. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ഇൻസിഡൻ്റ് ആണ്. പക്ഷേ ഇത് നാളെ ആർക്ക് വേണേലും വരാം. ആർക്ക് വേണേലും വരാമെന്നല്ല, ഒത്തിരി പേര് ഇത് അനുഭവിക്കുന്നുണ്ട്. അത് ആലപ്പുഴയിലെ പല പേജുകളിലും നോക്കിയൊക്കെ തന്നെ മനസ്സിലാവും. വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പം ആദ്യം തന്നെ ഞാനിപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവം പറയാം. ഇന്നിപ്പം ഉച്ച സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ വേഷം കണ്ടില്ല, ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. ഇപ്പം ഞാൻ വരുന്നത് തിരുവല്ല ബില്ലീവേഴ്സിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ ഞാൻ പോകാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ എൻ്റെ അപ്പൂപ്പനെയും കൊണ്ട് രാത്രി ഒരു 11 മണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത്തിരി സീരിയസ് ആയിട്ട്, പുള്ളിക്ക് ലങ്സ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇഷ്യൂസ് ഉള്ളതാണ്. അങ്ങനെ സീരിയസ് ആണെന്ന് പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് വലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കാരണം എൻ്റെ അമ്മൂമ്മ വിളിച്ച് പറഞ്ഞ പ്രകാരം ഞങ്ങളവിടെ ചെന്നു. പുള്ളിയെ കൊണ്ട് നമുക്ക് കാറിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അത് കാരണം നമ്മൾ ആംബുലൻസ് വിളിച്ചു. 108 ആംബുലൻസാണ് വിളിച്ചത്. അവരുടെ സർവീസ് നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. നല്ല പക്കയായിട്ട് തന്നെ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ വിളിച്ച അവിടെ തന്നെ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും ചോദിച്ച് അവർ പെട്ടെന്ന് തന്നെ എത്തി. നമ്മൾ ഇതേപോലെ തന്നെ വണ്ടാനത്ത് കൊണ്ടുപോയി. അപ്പം വണ്ടാനത്ത് കൊണ്ടുപോകണ്ടെന്ന് ഞാൻ ആദ്യമേ എടുത്ത് ഡ്രൈവറോടും ഇവരോടും പറഞ്ഞു. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞു വണ്ടാനത്ത് കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ, ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് ഞാൻ പറഞ്ഞത്. ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല, അവിടെ സ്റ്റുഡൻസേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി ആവുകയാണെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഇല്ല. അതുകൊണ്ട് വണ്ടാനത്ത് തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഈ വണ്ടാനത്ത് കൊണ്ടുപോകണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇന്നലത്തെ സംഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നപ്പോൾ തന്നെ അവിടെ മൊത്തത്തിൽ നമ്മളൊരു സീരിയസ് ആയിട്ടൊരു പേഷ്യൻറ്റിനെ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു ഫെസിലിറ്റി കിട്ടണ്ടേ, അതില്ല. നമ്മൾ ചെന്ന ഉടനെ തന്നെ നമ്മൾ എന്താ പറയുക, OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നു. ആ ടൈമിൽ അപ്പൂപ്പനെ കൊണ്ടുവന്ന് കാഷ്വാലിറ്റി കൊണ്ട് കിടത്തിയിരിക്കുക. അപ്പം ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചീട്ടെടുത്തെങ്കിലേ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് വരുന്ന ആൾക്ക് അത് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. ആ സംവിധാനം ഇല്ല. ഞാൻ അവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ അധികം ക്യൂ ഒന്നുമില്ല, 3-4 പേര് എൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ക്യൂ നിന്ന് ചീട്ട് എടുത്തുകൊണ്ട് വന്നു. ചീട്ട് എടുത്തുകൊണ്ട് കൊടുത്തതിന് ശേഷം അവർ നേരെ ടെസ്റ്റും ഈ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേജ് എല്ലാം അവർ ആരംഭിച്ചു. വന്നപ്പോൾ തൊട്ടേ ആ നോക്കുന്ന ലേഡി ഡോക്ടർക്ക് ഭയങ്കര മടുപ്പും ഭയങ്കര നെഗറ്റീവായിട്ടാണ് അവർ നിന്നത്. എനിക്ക് മനസ്സിലായത് നമ്മുടെ ആരോഗ്യരംഗം എങ്ങോട്ട് പോവുകയാണെന്നുള്ളതിൻ്റെ ഇതാണ്. കാരണം അവർ നെഗറ്റീവ് അടിച്ച് നിന്ന് അവർ ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് അവരെടുത്ത് ഇങ്ങോട്ട് പറഞ്ഞൊരു സംഭവമാണ്, ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഏതെങ്കിലും അറേഞ്ച് ചെയ്ത് തരാമെന്ന്. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു ആവശ്യമായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് അവിടെയുള്ള ഒരു സ്റ്റാഫ് നമ്മളോട് പ്രതികരിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു വേണ്ട, നമുക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിനുശേഷം നേരെ ഓക്കെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടോ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോയി ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒരു പേപ്പർ എനിക്ക് തന്നു. അത് കൊണ്ടുവന്ന് കൗണ്ടറിൽ കൊടുത്ത് ക്യാഷ് അടച്ചു. ഏകദേശം 250 രൂപ എടുത്തായെന്നാണ് എൻ്റെ ഓർമ്മ. 250 രൂപ ക്യാഷും അടച്ചു. നേരെ അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു ഇത് കൊണ്ടുവന്ന് ബ്ലഡ് എടുക്കുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കണമെന്ന്. ബ്ലഡ് എടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കൊടുത്ത് ഏകദേശം ഒരു 12-20 കൊണ്ട് കൊടുത്തതിന് ശേഷം ഞാൻ ആ ചീട്ടിൻ്റെ ഫോട്ടോ വെക്കാം ഇതിൻ്റെ കൂടെ കൊണ്ടുവന്ന് കൊടുത്ത്. ആരും ഇതുകൊണ്ട് കൊടുത്തിട്ട് വന്നേക്കാന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നമ്മളോട് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞാൽ ആ ഡോക്ടർ തന്നെ പിന്നെയും വന്ന് നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക. നമുക്കിവിടെ ഫെസിലിറ്റീസ് ഇല്ല, ഒന്നും ചെയ്യാനില്ല. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഓരോരുത്തരും വന്ന് അതായത് ഒരാളോട് പറയും, അയാൾ പറഞ്ഞ് പോയി കഴിയുമ്പോഴത്തേക്കും അടുത്ത ആൾ, ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അടുത്ത ആൾ വന്ന് വീണ്ടും ഈ സെയിം കാര്യം ചോദിക്കും. നമ്മൾ ഒന്നേന്ന് റിപ്പീറ്റ് ചെയ്യും, വീണ്ടും അടുത്ത ആൾ. അങ്ങനെ 4 പേര് വന്ന് ഈ സെയിം കഥ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ അവിടെ കിടക്കുക, ഓക്സിജൻ മാത്രം വെച്ച് കിടക്കുക. അപ്പോൾ ഇവരോട് ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ പറയുന്നത് മാറ്റിക്കോ, നമുക്കൊന്നും ചെയ്യാനില്ല. അതെന്താ ഒന്നും ചെയ്യാനില്ലാത്തത്, നമുക്കിവിടെ വെന്റിലേറ്റർ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മളിത് എന്താണ് വെന്റിലേറ്റർ അവൈലബിൾ അല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാം, നിങ്ങളോട് ഞാനൊന്നും പറയട്ടോ, നിങ്ങളോട് എനിക്ക് പേഴ്സണലി എന്തെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, അത് കാരണം കൊണ്ടുപോകോ, നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് വീട്ടിൽ വേണേൽ കൊണ്ടുപോകാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു മാം, അത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് രേഖാമൂലം എഴുതി തരണം, ഇവിടെ വെന്റിലേറ്റർ അവൈലബിൾ അല്ല, ഇവിടെ ഈ ട്രീറ്റ്മെന്റ് ഇവിടെ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് എഴുതി തരാൻ പറഞ്ഞു. അത് അവർക്ക് എഴുതി തരാൻ പറ്റത്തില്ല. അവർക്കത് ഭയങ്കരമായിട്ടും കിടന്ന് ഈഗോയെ അവർ ചെയ്യില്ല എന്നുള്ള നിലപാടിൽ തന്നെ നിൽക്കുക. ഇതിനിടയിൽ നമ്മൾ 8 പോസ്റ്റിലെ പോലീസുകാരെ വിളിച്ചു. 8 പോസ്റ്റിലെ പോലീസുകാർ വന്നു, എല്ലാവരും കൂടി ഇടപെട്ടു. അപ്പോൾ അവരെല്ലാം കൊണ്ടുപോകുന്ന പറയുന്നത്. അപ്പം എൻ്റെ അനിയൻ ഡോക്ടറാണ്, അത് ഓൾറെഡി നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അനിയനും കൂടെ വന്നപ്പോഴത്തേക്ക് അനിയൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു നമുക്കിത് കൊണ്ടുപോകേണ്ടതല്ല, അവരായിട്ട് തന്നെ എഴുതി തരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ നമുക്ക് കൊണ്ടുതന്ന ലെറ്ററിൻ്റെ അകത്ത് നമ്മൾ നിർബന്ധിച്ച് ഇവിടുന്ന് കൊണ്ടുപോകുന്നതായിട്ടുള്ള ലെറ്ററാണ് കൊണ്ടുതന്നത്. അപ്പോൾ അവനത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇത് പറ്റില്ല, ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം, അപ്പം പറ്റത്തില്ല, ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതി തരണം എന്ന് പറഞ്ഞാൽ അവരത് തരത്തില്ല. അങ്ങനെ മാക്സിമം അത് തരാണ്ട് തന്നെ ചികിത്സ ഏകദേശം 1 മണിക്കൂറിന് മുകളിലവിടെ മരവിപ്പിച്ച് നമ്മൾ നിർത്തിയിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കൂട്ടത്തിൽ എൻ്റെ ചിറ്റയുടെ മോള് 15 വയസ്സുള്ള പെങ്കൊച്ച് വരെ കൂടെ ഉള്ള രാത്രിയിൽ നിൽക്കുക. അതുവരെ നിൽക്കുക എന്നുള്ളൊരു മര്യാദ പോലും എന്താ പറയുക, വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന ഈ ഡോക്ടർമാർക്ക് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് മനസ്സിലായ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ മൊത്തത്തിൽ പ്രൈവറ്റ് മേഖല കവർന്നു
തുറന്നുകൊണ്ടിരിക്കുക. ഈ ഡോക്ടർമാർക്കെല്ലാം കമ്മീഷൻ ഉള്ളത് കാരണം ഇവർക്ക് നമ്മളെ എങ്ങനെയെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഓടിക്കണം. അതിനാണ് ഇവർ നോക്കുന്നത്. പരിമല വേണോ? അവർ നമ്മുടെ അടുത്ത് ചോദിക്കുക. അതായത് ഒരു ബ്രോക്കർ വന്ന് ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് ഞങ്ങൾ പറയേണ്ടത്, ഇന്ന ഹോസ്പിറ്റലുണ്ട് അങ്ങോട്ടേക്ക് വേണേൽ തരാമെന്ന്. അപ്പം നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം എന്താ? നമുക്ക് അതിനനുസരിച്ചുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്നത്. നമ്മുടെ സർക്കാർ ഉൾപ്പെടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇത്രയും നല്ല രീതിയിൽ ഡെവലപ്പായി എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. വളരെയധികം ബുദ്ധിമുട്ടോടെയാണ് പറയുന്നത്. ഈ സെയിം ഇഷ്യൂ ആയിട്ട് 2024 ജൂലൈ മാസം എൻ്റെ അപ്പൂപ്പനെ ഇതേ അവസ്ഥയിൽ അവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അന്ന് ഇവർ ഇതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അന്ന് ഇവരല്ല, വേറെ ഡോക്ടർമാരുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാം, അല്ല നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അന്ന് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം വരുന്ന പറഞ്ഞാൽ ഞാൻ വളരെയധികം പാനിക്കായി പോയി. മുമ്പിൽ അപ്പൂപ്പൻ വലിച്ച് കിടക്കുമ്പോഴത്തേക്കും അപ്പൂപ്പന്റെ ജീവൻ വെച്ചിട്ട് ആ സമയത്ത് സംസാരിക്കാൻ വയ്യാത്തത് കാരണം അവരോട് തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അവർ PRO കണ്ട ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ആംബുലൻസ് വന്ന് നേരെ കയറ്റി ആംബുലൻസുകാർ തന്നെ തീരുമാനിച്ചനുസരിച്ച് ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് ഞാൻ അനുഭവിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഗതി ഇല്ലെങ്കിലും ആശ്രയിക്കുന്നത്. മാക്സിമം അസുഖം വന്നു കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബവും ഹോസ്പിറ്റലിൽ പോകാണ്ട് തന്നെ സ്വയം ചികിത്സയായിട്ട് തന്നെ പോകത്തുള്ളൂ. കാരണം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പുഴുത്ത പട്ടിയുടെ വില പോലും കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ പോകാത്തതിന്റെ കാര്യം. അപ്പം എൻ്റെ ഇപ്പോൾ മൊബൈൽ നമ്പർ നമ്മൾ അടിച്ചു നോക്കിയാൽ തന്നെ ഈ എന്താ പറയുക ആരോഗ്യ മേഖലയുടെ അവരുടെ സൈറ്റിൽ കാണാൻ പറ്റും. ഞാൻ കൂടുതലും പോയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ പെറ്റ്സ് ഉണ്ട്, അതിന്റെ മാന്തലോ കാര്യങ്ങളോ വരുമ്പോഴത്തേക്കും മാത്രം എന്താ പറയുക പോയി എടുക്കും. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സ്വയം ചികിത്സയായിട്ട് തന്നെ മുന്നോട്ട് പോകും. അത് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ അന്ന് ഇതേപോലെ അവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ദോഷം പറയരുതല്ലോ, വണ്ടാനം മെഡിക്കൽ കോളേജിൽ അന്ന് കൊണ്ടുപോയി 3 മണിക്കൂർ ഒന്നും ചെയ്യാതിട്ട ആ സമയത്ത് മരിച്ചു എന്ന് കരുതിയ ആളാണ് എൻ്റെ അപ്പൂപ്പൻ. അവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ KMC ഹോസ്പിറ്റലിൽ തന്നെ നിർമ്മൽ എന്ന് പറയുന്ന ഡോക്ടർ, പുള്ളിയുടെ ട്രീറ്റ്മെന്റ്, അതിലുപരി നമ്മളോട് ഇടപെടുന്ന രീതി, അത് അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും ശരി ഈ ഡോക്ടർമാരാണെന്നുണ്ടെങ്കിലും നമ്മളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ട് നമ്മൾ അവിടെ ഒരു കിങ്ങിനെ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും പൈസ ആയി, ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് അടുത്തായി. പക്ഷേ എങ്കിൽ ആ കടം പോലും നിലവിൽ സത്യം പറഞ്ഞാൽ തീർന്നിട്ടില്ലെന്ന് വേണം പറയാം. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഈ എന്താ പറയുക വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് KMCയിലെ കാര്യമാണ്. അവിടെ ചെന്നപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള സർവീസുകളും പക്കയായിട്ട് തന്ന് ട്രീറ്റ്മെന്റ് എല്ലാം ഇതായി മുന്നോട്ട്. ബില്ല് ഇത്രയും കൂടുന്ന അനുസരിച്ച് നമുക്ക് ബില്ല് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. കൂടുന്ന അനുസരിച്ചിട്ട് നമുക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടറോട് തന്നെ പറഞ്ഞ് ഡോക്ടറോട് തന്നെ റെഫറൻസ് ചോദിച്ചാണ് നമ്മളവിടുന്ന് പോയത്. അതിനുശേഷം ആ മെഡിസിൻ എല്ലാം കണ്ടിന്യൂ ചെയ്ത് അപ്പോൾ യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ലാണ്ടിരിക്കുമായിരുന്നു. ഇന്നലെ വൈകുന്നേരം മുതലാണ് ചെറിയ രീതിയിൽ പുള്ളിക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയത്. കൊണ്ടുവന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്ക് എന്താ പറയുക ഒരു പുഴുത്ത പട്ടിയുടെ വില പോലും കാണുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടാൻ നിൽക്കുന്നവൻ ആ പശുവിന്റെ കഴുത്തിൽ ഇത് കത്തി വെക്കുന്ന സമയത്ത് പോലും അവൻ ആ പശുവിനോടൊരു സ്നേഹം കാണിക്കും. അതുപോലും ഇല്ല ഈ ഡോക്ടർമാരെന്താ ദൈവത്തിന്റെ ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ഇവര് ഒരു മനുഷ്യനവിടെ കിടക്കുമ്പോഴത്തേക്ക് മുന്നിൽ കിടന്ന് ചത്താലും കുഴപ്പമില്ല, ഞങ്ങളുടെ ഈഗോയും ഞങ്ങൾക്ക് കാശ് കിട്ടണം എന്നുള്ള നിലപാട് മാത്രമാണ് നിൽക്കുന്നത്. അതിൽ ആദ്യത്തെ തന്നെ എന്ന് പറഞ്ഞാൽ ക്യാഷിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ട് കമ്മീഷൻ അടിക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നത്. രണ്ടാമത്തത് അത്രയും ഇതവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട സാധനം എഴുതി തരാനായിട്ട് അവർ വില്ലിങ് അല്ല. പകരം അവർ നോക്കുന്നത് എന്തുവാ, നമ്മളുടെ ഇഷ്ടപ്രകാരം നമ്മൾ കൊണ്ടുപോയതാണെന്ന് വരുത്തി തിരുത്തി കൊണ്ടുപോകാനാ. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ വെന്റിലേറ്റർ ഇല്ലാന്ന് ജൂലൈ അപ്പൂപ്പന് ഇഷ്യൂ വന്ന സമയത്ത് വെന്റിലേറ്റർ ഇല്ലാന്ന് പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ മാറ്റി എല്ലാം കഴിഞ്ഞ് എൻ്റെ സുഹൃത്ത് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒത്തിരി പേര് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരോട് ഈ ഇഷ്യൂ അന്ന് അവനെ വിളിച്ചപ്പോഴൊന്നും ഫോണിൽ കിട്ടില്ലായിരുന്നു. അവൻ ലീവായിരുന്നു, കൊച്ചിന്റെ ചോറൂണ് എന്തോ കാര്യമായിട്ട് ലീവായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവൻ എന്നെ തിരിച്ചു വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് വെന്റിലേറ്റർ ഇവിടെ 3 അവൈലബിൾ ആയിരുന്നു, അവരത് മാറ്റിയിട്ടിരിക്കുന്നത്, അത് അവരുടെ ആവശ്യങ്ങളാണ്, നമുക്ക് അതൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് അവന്റെ പേരെടുത്ത് പറയാൻ പറ്റാതെ ഞാൻ കാരണം അവന്റെ ചോറിൽ മണ്ണുവാരി ഉണ്ടെന്ന് കരുതിയ. കാരണം എനിക്ക് അവന് ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഇഷ്യൂവിൽ ഞാൻ അവന്റെ പേര് പറഞ്ഞ് അവന്റെ ജോലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ നിയമത്തിന്റെ മുമ്പിൽ അവനെ വേണമെന്നുണ്ടെങ്കിൽ ഹാജരാക്കാനായിട്ട് ഞാൻ വില്ലിംഗ് ആണ്, അതിന് രഹസ്യമായിട്ട്. അപ്പൊ ഇത്രയും ഫേസ് ചെയ്തിട്ടും നമുക്ക് തീരെ ഗതിയില്ലാത്തതുകൊണ്ടും അന്ന് ഇത്രയും എമൗണ്ട് ആയതിന്റെ ലൈബിലിറ്റീസ് നമുക്ക് ഇപ്പോഴും നിൽക്കുന്നതുകൊണ്ടാണ് വീണ്ടും അത്ര ലൈബിലിറ്റീസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വിശ്വസിച്ച് പോകുന്നത്. ഞാൻ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് കൊണ്ട് 8-9 പ്രാവശ്യം നോർമൽ ട്രീറ്റ്മെന്റിന് ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടും ഗതിയില്ലാത്തതിന്റെയാണ്. കാരണം എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജേ ഉള്ളൂ. അതുകൊണ്ടാണ് പട്ടിയെ പോലെ വീണ്ടും വലിഞ്ഞു കയറി ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പം ഈ ഗവൺമെന്റ് ഡോക്ടർമാരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ പറമ്പിൽ പണിക്ക് നിൽക്കുന്നത്, അല്ല അവരുടെ കാല് നക്കാൻ ചെന്ന പട്ടിയുടെ വിലയാണ് നമുക്ക് തരുന്നത്. നമ്മളൊരു ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ഇപ്പൊ ബില്ലീവേഴ്സിലാണെങ്കിലും പോയി കഴിയുമ്പോൾ നമുക്ക് ലിഫ്റ്റിൽ കയറുന്ന ഉൾപ്പെടെ നമ്മുടെ വാർഡിൽ കൊണ്ടുപോകുന്ന കണക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് അവിടെ കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ് നമ്മുടെ നിന്ന് പോകും, പക്ഷെ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലുതാണ്. കാരണം നമ്മൾ ഒന്നും അറിയാതെ അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാലും ശരി അവരുടെ കൂട്ടത്തിൽ നമ്മളൊന്നും സപ്പോർട്ടായിട്ട് നിന്ന് കൊടുത്താൽ നമ്മുടെ കാര്യങ്ങൾ മൊത്തം അവർ ചെയ്തു തരിക. ഒന്ന് നോക്കി ചിരി, അല്ലെങ്കിൽ ഒരു വിശേഷം ചോദിക്കലും, നമ്മളെ ഒന്ന് സ്ട്രെച്ചറിൽ കൊണ്ടുപോയ ആൾ പോലും എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ചോദിച്ച ആ ഒരു നമ്മളോടൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്
നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം, ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ വരുന്നത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ, എനിക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള പരിചയമുള്ളൂ, കാരണം എൻ്റെ അടുത്ത് കിടക്കുന്ന വണ്ടാനം മെഡിക്കൽ കോളേജാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ ആണെന്നുണ്ടെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും ജില്ലാ കളക്ടർക്ക് ഇല്ലാത്ത പവർ അവരവിടെ കാണിക്കുന്നത്. അതിലുപരി ഇത്രയും മോശമായിട്ടുള്ള അനുഭവം, അതായത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ആ ഡോക്ടർമാർക്ക് കമ്മീഷൻ ഉള്ളത് കാരണം അവർ നമ്മളെ മനഃപൂർവ്വം എന്താ പറയുക അങ്ങോട്ട് പറഞ്ഞു വിട്ട് കമ്മീഷൻ അടിക്കുക. അവർക്ക് അവിടെ നോക്കാൻ വയ്യ. അല്ലെങ്കിൽ എന്തുകൊണ്ട് വെന്റിലേറ്റർ ഇല്ലാന്ന് അവർക്ക് സർട്ടിഫൈ തരാൻ വയ്യ. അതിന് പകരം നമ്മൾ ചോദിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ. അത് എൻ്റെ അനിയനും കൂടി വന്നപ്പോഴത്തേക്ക് അവന് കാര്യങ്ങൾ അറിയാവുന്നത് കാരണം അവൻ അവരുടെ മെഡിക്കൽ രീതിയിൽ ആ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം അവൻ പറഞ്ഞ് ഈ ട്രീറ്റ്മെന്റ് കൊടുക്ക്, ഇത് കൊടുത്താൽ ഓക്കെ ആവും എന്ന് പുള്ളിയുടെ കണ്ടീഷൻ കണ്ട് പറഞ്ഞപ്പോഴത്തേക്കൊക്കെ അവർ പറയുന്നത് ഞങ്ങളുടെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യന്റിനെ നോക്കാൻ പറ്റില്ല. ഓക്കെ, അവരുടെ എത്തിക്സിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ ഓക്കെ. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു ഞങ്ങളൊരു കൺസേൺ തരാം, ഇവൻ നോക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മാനേജ് ചെയ്തോളാം പറഞ്ഞ് ഞങ്ങൾ ലെറ്ററിൽ എന്താണെന്ന് വെച്ചാൽ എഴുതി തരാം, ഒന്ന് നോക്കട്ടെ. കാരണം സ്വന്തം അപ്പൂപ്പനെ അവൻ നോക്കുന്ന അത്രയും ആകത്തില്ലല്ലോ കണ്ടവർ നോക്കുമ്പോഴത്തേക്കും. അത് അവർക്ക് വില്ലിങ് അല്ല, ഞങ്ങളുടെ പേഷ്യൻസിനെ നോക്കാൻ പറ്റത്തില്ല എന്നുള്ള ഈഗോ ആയിട്ട് അവർ തന്നെ നിൽക്കും. അതായത് അവർക്ക് അവരുടെ ഈഗോ, ആളെ ചത്താലും കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് പോകുന്നത്. അവിടെ അത്രയും ആൾക്കാർ നിന്ന് പ്രതികരണശേഷി ഇല്ലാത്ത മൊണ്ണകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ തെളിവ്. അത്രയും പ്രശ്നങ്ങൾ ഞങ്ങളുമായിട്ട് അവിടെ ഉണ്ടായിട്ട് പോലും ഒരുത്തം പോലും അവിടെ സംസാരിക്കാൻ നിന്നില്ല, കാഴ്ച കണ്ട് നിൽക്കാൻ മാത്രമാണ് നിന്നത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയന് ഈ ഇഷ്യൂസ് കൂടി വന്നപ്പോഴത്തേക്ക് അവൻ വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഉടനെ അവർ പറഞ്ഞു ഞങ്ങളുടെ പ്രൈവസിയാണ്, എടുക്കാൻ പറ്റത്തില്ല, മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞാൽ അവളുമാർ കിടന്ന് ഷൗട്ടായി. ഓക്കെ, സ്ത്രീയാണ്, നമ്മൾ ആണുങ്ങൾ എടുക്കുന്നവർക്കല്ല, സ്ത്രീകളിലാണ്, അവരുടെ പ്രൈവസി ആണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാതെ മാറി നിന്നു. ഈ പ്രശ്നത്തിന് മൊത്തം 2 കോൺസ്റ്റബിൾമാർ കൂടെ നിന്നായിരുന്നു. അവർ പോലീസുകാർ നല്ല രീതിയിൽ തന്നെ 2 ഭാഗവും പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുമായിരുന്നു. അവർ തന്നെ അടുത്തുള്ള സ്റ്റേഷനിൽ നിന്ന് SI റാങ്കിലുള്ള ആളെ വിളിച്ചു, SIO റാങ്കിലുള്ള ആളെ തന്നെ വിളിച്ചു വരുത്തിയത്. അവരും എല്ലാം നമ്മളോട് അവർക്ക് ജെനുവിനിറ്റി ഫീൽ ചെയ്തുകൊണ്ട് അവർ എല്ലാ കാര്യങ്ങളും തീർന്നു പോകട്ടെ എന്നുള്ള ലെവലിൽ തന്നെ നിന്ന. നമ്മൾ എന്നിട്ട് ആംബുലൻസ് വന്ന് അവിടെ കിടക്കുകയാണ്. ഏകദേശം അരമണിക്കൂറോളം ഈ വെന്റിലേറ്റർ ആംബുലൻസ് വന്ന് അവിടെ കിടന്നിട്ട് ആ വെന്റിലേറ്റർ ആംബുലൻസിലോട്ട് റെഫർ ചെയ്ത് കയറ്റാനായിട്ട് ഇവർ വില്ലിങ് അല്ല. അവർ പറയുന്നത് നമുക്ക് പറ്റത്തില്ല, നമ്മൾ ചോദിച്ചു കൊണ്ടുപോയെന്നേ പറയത്തുള്ളൂ. അതുപോലെ തന്നെ പണ്ട് KMCയിൽ ഇതേപോലെ തന്നെ കൊണ്ടുപോയപ്പോഴത്തേക്ക് അന്ന് 4500-5000 രൂപ എടുത്ത് ഈ പറയുന്ന ആംബുലൻസിന് ചാർജ് ആയത് കാരണം നമ്മൾ 108 ആംബുലൻസിൽ വിളിച്ചു. 108 ആംബുലൻസിൽ വിളിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ റെഫർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ 3 പ്രാവശ്യം 108 ആംബുലൻസിൽ വിളിച്ചിട്ട് ഡോക്ടറിന്റെ കൊടുക്കാന്ന് പറഞ്ഞ് ഫോൺ കൊണ്ട് കൊടുക്കുമ്പോൾ ഇവളുമാർ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ഹലോ അങ്ങോട്ട് എന്തോ പറയുന്നത്, എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് കളയുക. അതായത് 108 പോലും നമ്മൾ കൊണ്ടുപോകരുത്, കാരണം അതും ഫ്രീ സർവീസ് ആയതുകൊണ്ട് അവർക്ക് കമ്മീഷൻ കിട്ടത്തില്ല. നേരെ മറിച്ച് പുറത്ത് പ്രൈവറ്റ് ആംബുലൻസിൽ കൊടുക്കുമ്പോഴത്തേക്കും ആ കൊടുക്കുന്ന ആംബുലൻസിന്റെ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും 4 കോളം 3 കോളം കണ്ടുണ്ട് അത്രയും കോൾ വിളിച്ചിട്ട് ആ കോൾ അവളുമാരുടെ കൊണ്ട് കൊടുക്കുമ്പോൾ അവളുമാർ കട്ട് ചെയ്ത് കളയുക. അവരോട് ഈ 108 വിളിക്കുമ്പോഴത്തേക്ക് അവരുടെ കസ്റ്റമർക്കെല്ലാം അവർ പറയുന്ന ഡോക്ടർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ഇഷ്യൂ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ അവളുമാർ അതുപോലും സംസാരിക്കാൻ വില്ലിങ് അല്ല. അപ്പൊ എന്തൊക്കെയാണ് അവളുമാർ നോക്കുന്നത്? ആംബുലൻസിന്റെ കമ്മീഷൻ, ഹോസ്പിറ്റലിന്റെ കമ്മീഷൻ, ഇതിലുപരി ഒരു മനുഷ്യന്റെ ജീവന് ഒരു പുഴുവിന്റെ വില പോലും കൊടുക്കാത്ത ഇവളുമാരെയൊക്കെ ഡോക്ടറായിട്ട് ഇരുന്ന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതിപ്പോ ഇങ്ങനെ ഞാൻ ഈ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന നാളെ എല്ലാവർക്കും ഇഷ്യൂ വരും. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശവം വരെ കൊണ്ടുവന്ന് സമരം ചെയ്തിട്ട് പോലും ഒന്നും നടന്നിട്ടില്ല. നമ്മുടെ സിസ്റ്റം പറയുന്നത് മൊത്തത്തിൽ വണ്ടാനത്തെ എല്ലാ കാര്യങ്ങളും വിധിയുന്ന ഓരോ പ്രാവശ്യവും തകരാറായിട്ടുള്ള സിസ്റ്റം മാത്രമാണ് കൊണ്ടുപോകുന്നത്. എന്റെ ചാനലിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതിനു മുമ്പ് വണ്ടാനം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നും സമാനമായിട്ടുള്ള ഒരു അനുഭവം. അത് വേറൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. ചെറിയൊരു ഇതിന് പോയപ്പോഴത്തേക്ക് ഭക്ഷണം തൊണ്ടയിൽ ഇറങ്ങാത്തൊരു ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിന് വേണ്ടി പോയ സമയത്തുണ്ടായ ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. അതോടുകൂടി അന്നത്തെ അവിടുത്തെ ട്രീറ്റ്മെന്റ് നിർത്തി, കാരണം ഇട്ട് ഓടിക്കുക. ഇപ്പൊ തന്നെ ഈ സംഭവം ഇത്രയും നടക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ബ്ലഡ് എടുക്കാനായിട്ട് ആള് വന്നിട്ടില്ല. അതായത് കാഷ്വാലിറ്റി തന്നെ ആളുണ്ടായിട്ട് വന്നിട്ടില്ല. അത് അവിടെ കിടന്ന് ഞങ്ങൾ ഒച്ചയിട്ട് പറഞ്ഞപ്പോഴത്തേക്കും അവർ ബ്ലഡ് എടുക്കാനായിട്ട് അന്നേരം പേരിനെന്ന രീതിയിൽ വന്നിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, അത്രയും നേരമായിട്ട് വരാൻ വയ്യ. അപ്പം എല്ലാവരും കൂടെ ചേർന്ന് അവിടെ എന്തോ കാണിക്കുന്നത്, എന്താണ് കാണിച്ചു വിട്ടുന്നത്? മനുഷ്യന് വിലയില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ തിരിച്ചു വരാം, അല്ല ആയുസിന് ബലം ഉണ്ടെങ്കിൽ തിരിച്ചു വരാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ സിസ്റ്റം മൊത്തം മോശമായിട്ട് കിടക്കണം. അതുപോലെ തന്നെ കറപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർമാരാണ് അവിടെ മൊത്തം നിൽക്കുന്നത്, കമ്മീഷന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അതായത് നക്കാപ്പിച്ച കിട്ടുമ്പോഴത്തേക്കും എന്ത് വേണേലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡോക്ടർമാരാണ് ഇരിക്കുന്നത്. നമ്മുടെ ആരോഗ്യരംഗം തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രൈവറ്റ് മേഖലയിലുള്ള ഹോസ്പിറ്റലുകൾ ശക്തി പ്രാപിക്കാൻ തന്നെ കാരണം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളാണ്. കാരണം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ബിലീവേഴ്സിൽ ചെന്നപ്പോഴത്തേക്ക് ആ ICU, അതായത് ഈ വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുന്ന ആ ഭാഗത്ത് ഏകദേശം 30-40 ബെഡ് ഉണ്ട് ആ ഒരു ചെറിയ വാർഡിന്റെ അകത്ത്. ഇതുപോലെ അത്രയും വലിയ വണ്ടാനം പോലെ അത്രയും ബിൽഡിംഗ് പണിതിട്ടിരിക്കുന്നതിന്റെ അകത്ത് ഒരു 40 ബെഡ് ഉണ്ടാക്കിയിടാൻ പറ്റത്തില്ലേ? ഇപ്പൊ എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ അപ്പൂപ്പനെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോഴും വെന്റിലേറ്റർ ബെഡ് ഇല്ല, അവൈലബിൾ അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്രാവശ്യം കൊണ്ടുവന്നപ്പോഴും വെന്റിലേറ്റർ ബെഡ് അവൈലബിൾ അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതുപോലെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വിജിത്ത് എന്ന് പറഞ്ഞാൽ, അവന്റെ ഫാദറിന് സെയിം ശ്വാസകോശ സംബന്ധമായിട്ട് ഇഷ്യൂ ആയിട്ട് വന്നപ്പോഴത്തേക്കും വണ്ടാനത്ത് വെച്ചിട്ടാണ് മരിച്ചു പോയത്. അന്നും ഇതേപോലെ ബെഡ് അവൈലബിൾ അല്ല. അപ്പൊ ഏത് സമയത്താണ് ഇവിടെ ബെഡ് അവൈലബിൾ ആയിട്ടുള്ളത്? അപ്പൊ ഈ കിടക്കുന്ന ബെഡിലൊക്കെ ആരാണ് കിടക്കുന്നത്? ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് മാറ്റിയിടുന്നത്? അവിടെ നിന്നപ്പോഴത്തേക്ക് അവിടെ തന്നെ മുറുമുറുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പാർട്ടിക്കാരെ കൊണ്ടുവല്ലാം വിളിപ്പിക്കും, അപ്പം ബെഡ് കിട്ടുമെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടാണോ ബെഡ് ഇട്ടിരിക്കുന്നത്? അപ്പം എങ്ങോട്ടാണ് പോകുന്നത്? എനിക്ക് തോന്നുന്നു ഇനി മുന്നോട്ട് പോകുന്നതോറും ഏറ്റവും അഴിമതിയും ഏറ്റവും കാശുണ്ടാക്കാൻ പോകുന്ന ഒരു പ്രൊഫഷൻ എന്നുള്ളത് മെഡിസിനും ഒന്ന് എഡ്യൂക്കേഷനും ആകാൻ പോകുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയ്ക്ക് വളരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഗവൺമെന്റ്
ഡോക്ടർമാർ വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ പ്രൈവറ്റിൽ പോകുമ്പോൾ നമുക്ക് പ്രൈവറ്റിൽ ഇത്രയും നമുക്ക് ബില്ല് വരുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞു, നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബില്ലുകൾ വരുന്നുണ്ട്, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. പക്ഷേ സർവീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആളെ രക്ഷപ്പെടുത്തുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ. അവർ പഠിച്ചത് തന്നെയല്ലേ ഇവരും പഠിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഡോക്ടർമാരെ പോലെ തന്നെയല്ലേ അവിടെ ഇരിക്കുന്നത്. അവർക്ക് എക്സ്ട്രാ ദൈവം 4 കൈയൊന്നും കൊടുത്തിട്ടില്ലല്ലോ. പക്ഷെ അവർക്ക് അർപ്പണ മനോഭാവം ഉണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്നറിയാം. പേഷ്യൻസിനോട് അവർ അത്രത്തോളം കെയറോടെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ബില്ലിവേഴ്സിൽ കൊണ്ടുവന്നാണ് അവർ ടീഷർട്ട് പോലും മാറ്റി നല്ല രീതിയിൽ എന്താ പറയുക നെഞ്ചിലും ഇതും എല്ലാം വെച്ച് സംഭവം സെറ്റ് ചെയ്യാനാണ് നോക്കിയത്. നേരെ കുറച്ച് വണ്ടാണത്തെ തുണി ഒന്ന് ജസ്റ്റ് പൊക്കി വെച്ച് വയ്യാതെ കിടക്കുന്ന ആളുടെ കഴുത്തിന്റെ ഇടയിലോട്ട് കയറ്റി വെച്ചിട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നത്. ഇവിടെയൊക്കെ പണം കൊടുത്ത് ഇവർ വളർന്ന് വലുതാവുകയും ചെയ്യുന്നു, നമുക്കിട്ട് പണിയും ചെയ്യുന്ന ഇടപാട് നടക്കുക. ഇങ്ങനെയുള്ളവന്മാരൊക്കെ ചികിത്സാ രംഗത്ത് ഇരിക്കാനായിട്ട് അർഹരാണോ? കാരണം ഇവർക്ക് ഇറച്ചി കച്ചവടത്തിന് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മനസാക്ഷിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇറച്ചിക്കാരന് പോലും ആ ഒരു മനസാക്ഷിയാണ്. അത്രയും മനസാക്ഷി പോലും ഇല്ലാത്തവളുമാരാ ഈ നിൽക്കുന്നത്. അപ്പൊ ഇവളുമാർക്കെതിരെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന ചെയ്തേ എനിക്ക് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനും എൻ്റെ അനിയനും കൂടെ ആംബുലൻസിൽ കയറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ടൈമിൽ ഇതെല്ലാം ഓക്കെ ആയി പോലീസുകാർ ഇടപെട്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ അവർ എഴുതി തന്നു. നമ്മുടെ വിഷയം കൊണ്ടല്ല എന്നും പറഞ്ഞ് എഴുതി തന്നു. നമ്മൾ ആംബുലൻസിൽ കയറ്റാൻ നേരം അതിൽ കൂട്ടത്തിൽ ഒരുത്തി ഓടി വന്ന് ഞങ്ങളുടെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ ടൈമിൽ തന്നെ ഞാൻ നേരെ അകത്ത് കയറി ചെന്ന് ഞാൻ വീഡിയോ പിടിച്ചു. അവിടെ നടന്ന സംഭവങ്ങൾ കംപ്ലീറ്റ് അവളുമാരുടെ മുമ്പിൽ വെച്ച് തന്നെ വീഡിയോ പിടിച്ചു. അപ്പോൾ അവളുമാർക്ക് വീഡിയോയുടെ മുമ്പിൽ നോക്കാൻ വയ്യ. കാരണം തെറ്റ് ചെയ്തിരിക്കുന്ന കാരണം ഫേസ് കൊടുക്കാൻ വയ്യാതെ തിരിഞ്ഞു നിൽക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടി പോവുക. ഞാൻ ആ വീഡിയോ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം, മുഖം ബ്ലർ ചെയ്ത് വെച്ചിട്ട് അങ്ങ് ഓടി പോവുക. അപ്പോൾ അവളുമാർക്ക് അത്രത്തോളം പേടിയുണ്ട്, പുറത്ത് സാധനം വരും എന്നുള്ള പേടിയുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്നുകൊണ്ട് ഉടനെ പറയുക, നമുക്കിത് ഇവന്മാരെ പെടുത്തണം, മറ ഇതുണ്ടല്ലോ ഫാദറിന്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, നമുക്ക് അത് ചെയ്യാം. ഞാൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് എന്താണെന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു, ഒരു പ്രശ്നമില്ല എന്നുള്ള രീതി തന്നെ പറഞ്ഞു വന്നിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ എന്ത് തന്നെ നേരിട്ടെന്ന് പറഞ്ഞാലും അവിടെ CCTV ഉണ്ട്, പോലീസുകാർ സാക്ഷിയാണ്, അന്നേ ദിവസം അഡ്മിറ്റ് ആയിട്ടിരിക്കുന്നവർ സാക്ഷിയാണ്, നമുക്കതെല്ലാം ഉണ്ട്. അഡ്മിറ്റ് ആയിരിക്കുന്ന ആരും അറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ അത്രയും പ്രശ്നം നടന്നിട്ടൊന്നും പ്രതികരിക്കാൻ പോലും ഇല്ലാത്തൊരു സമൂഹമാണ് നമുക്കുള്ളതെന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മുടെ പ്രതികരണശേഷി നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പലരും നമ്മുടെ തലയിൽ കയറി തൂറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ദയവ് ചെയ്തത് കാണുന്നവർ അറിയിക്കേണ്ട രീതിയിൽ, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ലീഗലി ഫൈറ്റ് ചെയ്യാനായിട്ട് എന്നെയും സപ്പോർട്ട് ചെയ്യുക. നാളെ എല്ലാവർക്കും ഈ അവസരം വരാവുന്നതാണ്. സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും. അല്ല ഉള്ളവനാണെന്നുണ്ടെങ്കിൽ അവന് പ്രൈവറ്റിൽ പോകുന്ന കാരണം ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതല്ല ഇതേപോലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോയി പട്ടിയെ പോലെ കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അടുത്ത് തന്നെ നമ്മുടെ ആലപ്പുഴയിൽ മെഡിക്കൽ സ്റ്റുഡൻസ് ആക്സിഡന്റിൽ പെട്ട ആ സംഭവം, അത് വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഉള്ള വെന്റിലേറ്റർ ബെഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. കാര്യം എന്താ, അവിടെ വന്നു കഴിയുമ്പോൾ അത് സെൻസേഷൻ ആയ ഒരു പ്രശ്നമാണ്. അവിടെ വെന്റിലേറ്റർ ബെഡ് ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നടക്കേട് ഇവളുമാർക്കും പ്രശ്നം വരും. അതുകൊണ്ട് അത് കൊടുത്തു. നേരെ മറിച്ച് ഈ ഒരു വിഷയത്തിൽ ആരിടപെടാനാണ്? ഒരു സാധാരണക്കാരൻ, ഒരു കിളവൻ, അധികമൊന്നും ഇല്ലാത്തവര് ചത്തുപോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ടായി പറയുന്നത്. എങ്ങാനും അവരുടെ ക്യാൻവാസിൽ വീണ് നമ്മൾ പ്രൈവറ്റിൽ പോയി കഴിഞ്ഞാൽ പ്രൈവറ്റിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനും ആംബുലൻസിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനും ആകുമ്പോഴത്തേക്കും അവർക്കൊരു നക്കാപ്പിച്ചയാവും. അത് മാത്രം ലക്ഷ്യം വെച്ച് ജോലി ചെയ്യുന്ന ഇവളെയൊക്കെ ജോലിയിൽ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടോ? നമ്മളൊക്കെ തന്നെ ആലോചിച്ച് നോക്ക്. ഇവളുമാരുടെ ഈ അനാസ്ഥ കൊണ്ട് നേരത്തെ എത്തിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർ നല്ലപോലെ രക്ഷപ്പെടുത്തി എടുത്തേനെ. അന്ന് ഈ പറയുന്ന KMCയിൽ കൊണ്ടുപോയ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ കൊണ്ടുപോയതുകൊണ്ട് അന്ന് അവർ പെട്ടെന്ന് രക്ഷപ്പെടുത്തി എടുത്ത്. ഇന്നിപ്പം ലങ്സിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹാർട്ടിന്റെ വരെ പ്രവർത്തനങ്ങൾ ഭയങ്കര ഇതായിട്ട് ദോഷകരമായിട്ട് ബാധിച്ചിരിക്കുക. അപ്പോൾ ആ ടൈമിൽ എത്തിച്ചിരുന്നെങ്കിൽ, അല്ല ടൈമിൽ പ്രോപ്പർ മെഡിസിൻ കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ അനിയൻ വന്ന് പറഞ്ഞപ്പോൾ ആ മെഡിസിനെങ്കിലും അവർ അതേപോലെ തന്നെ ആ ഒരു അളവിൽ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ പോലും ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു. ഇനി എത്രത്തോളം അതിന് ബില്ല് വരുമെന്ന് പോലും അറിയത്തില്ല. കാരണം അതിന് മുന്നോട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ നമ്മൾ നിൽക്കുക. ഇവളുമാരൊക്കെ നക്കാപ്പിച്ച മേടിക്കുന്നതുകൊണ്ടല്ല, അനധികൃതമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ ആ വീഡിയോ കൊടുക്കാം. നമ്മൾ പ്രൈവസി, നമ്മൾ നല്ല തന്തയ്ക്ക് പിറന്നതുകൊണ്ട് പ്രൈവസിയെ മാനിക്കുന്നുണ്ട് അവളുമാരുടെ മുഖം നമ്മൾ ഹൈഡ് ചെയ്തിട്ട് ആ നടന്ന സംഭവം ഇതിൻ്റെ അകത്ത് ചെയ്യാം. ഞാൻ എല്ലാവരോടും കൈകൂപ്പി പറയുവാണ്, ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എത്തേണ്ടവരിലേക്ക് എത്തിക്കുക. അതായത് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മിനിസ്റ്റർ ലെവലിലോ എവിടെയെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ എത്തട്ടെ. കാരണം ഇതെനിക്ക് ലീഗലി ഫൈറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഒരു പൗരന്റെ അവകാശം നേടണം. നമ്മളൊക്കെ തന്നെ എന്താ പറയുക, കരം കൊടുക്കുന്നതും അവിടെ ഇത് കൊടുക്കുന്നതിന്റെ ഇത് പ്രകാരം പണിയുന്ന ഒരു മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ അപ്പൂപ്പനെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് ഇവിടെയുള്ള ഡോക്ടർമാരും തിരിഞ്ഞു നോക്കാനിട്ട് അവർക്ക് വെന്റിലേറ്റർ ബെഡ് അവൈലബിൾ അല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങുന്ന ഭാഗത്താണ് റിമൂവ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് റീപോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പണ്ട് നേരത്തെ ഈ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, അതിൻ്റെ അകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വീണ്ടും ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് ഇടുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ നിയമം എല്ലാവരും അനുസരിക്കണം അല്ലേ. നമ്മുടെ നിയമപാലകരാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റിമൂവ് ചെയ്യണമെന്ന്, അതുകൊണ്ടാണ് മാറ്റുന്നത്. അപ്പോൾ അവരെനിക്കെതിരെ കൊടുത്ത കേസ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് എൻ്റെ അനിയനെതിരെ കേസ് കൊടുത്തിരുന്നത് ഞങ്ങൾ അവരുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തി, അതുപോലെ തന്നെ അവരെ അപമാനിച്ചു, സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ ഇത് പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്
അവർ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒത്തുതീർപ്പ് ചർച്ചയിൽ നമ്മളുടെ അടുത്ത് വീഡിയോ റിമൂവ് ചെയ്യണം, വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ആവശ്യമാണ് പറഞ്ഞിരുന്നത്. ആ ആവശ്യം നമ്മൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെടുത്ത് അതിലിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മളെടുത്തത്. നമുക്ക് നിയമപരമായിട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ വെന്റിലേറ്ററിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ വെന്റിലേറ്റർ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം പുറത്ത് കൊണ്ടുവരുന്ന ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മളത് റെക്കോർഡ് ചെയ്തിരുന്നത്. അപ്പം ഒരു പൗരനെന്ന നിലയ്ക്ക് നിയമപാലകരെ അനുസരിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്യുന്നുണ്ട്. ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനത് എവിടെയാണെങ്കിലും പ്രസൻറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കെല്ലാം ഞാൻ വില്ലിങ്ങുമാണ്.